ചെയ്യുന്നത് നമ്മുടെ നിന്റെൻഡോ സ്വിച്ച് ആണ്. ഇതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സും പലതൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. അപ്പോൾ ഇതൊരു ഫ്രഷ് പീസാണ് നിന്റെൻഡോയുടെ. എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു കമ്പനിയാണ്. കാരണം ഞാൻ പോക്കിമോൻ്റെയും സ്പ്ലാറ്റൂൺ പോക്കിമോൻ സ്പ്ലാറ്റൂൺ അങ്ങനെ പല ഗെയിമിൻ്റെ ഫാനാണ്. മാത്രമല്ല ഇതിനകത്ത് ഫോർട്ട്നൈറ്റ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഞാൻ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് അഡീഷണൽ ഗെയിംസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെൽഡയോട് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് താമസിക്കാണ്ടെത്തും. ഇതിൻ്റെ ഓരോന്നിനെ ഗെയിമിംഗ് റിവ്യൂ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വന്ന ഗെയിംസ്, അതായത് ഞാൻ എടുത്തേക്കുന്നത് ഫിഫ 19. ഇതെന്ന് പറയുമ്പോൾ EA സ്പോർട്സിൻ്റെയാണ്. ഇത് നല്ലൊരു ഗെയിമാണ്. ഇത് എനിക്ക് നല്ലൊരു ഒരു ഔട്ട്പുട്ടായിട്ട് ഇത് തരുന്നുണ്ട്. കാരണം നല്ല ഗ്രാഫിക്സ് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് അത്ര പറയാനില്ലെങ്കിലും ഡിസ്നിയുടെ ഒരു ഗെയിം, ആ ഒരു മാർക്ക് ഇതിലുണ്ട്. അതിൻ്റെ ഒരു പല ഇതും കാണിക്കുന്നുണ്ട്. എനിക്ക് റേസിംഗ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഗെയിം ചൂസ് ചെയ്തത്. പിന്നെ ലൂയിജി മാൻഷൻ 3, ഇത് പിന്നെ പറയണ്ട. ഇത് നിന്റെൻഡോയുടെ ഗെയിംസ് നിന്റെൻഡോയുടെ കൺസോളിൽ വെക്കുമ്പോൾ അത് വേറൊരു ലെവലാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അത് നമുക്കൊരു അൺബീറ്റബിൾ വേ ആണ് അവരുടെ ഒരു ഔട്ട്പുട്ട്. അതായത് ഈ ലൂയിജിയുടെ പല ഈ ഫേഷ്യൽ എക്സ്പ്രഷനും അത് ഫുള്ളൊക്കെ പക്കയാണ്. ഓക്കെ, അടുത്തത് ഞാൻ അടുത്ത് ബുക്ക് ചെയ്തതും ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുമാണ് അസാസിൻസ് ക്രീഡ് ദ റിബൽ കളക്ഷൻ. ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല ഗൈസ്, കാരണം ഇത് വേറെ ലെവലാണ്. യൂബിസോഫ്റ്റ് അത് രീതിയിലാണ് അസാസിൻസ് ക്രീഡ് അവർ നമുക്ക് ഔട്ട്പുട്ട് തന്നിരിക്കുന്നത്. കാരണം അത്ര നല്ലൊരു എഫക്റ്റും ഉണ്ട് ഇതിന്. എനിക്ക് തോന്നുന്നു PS4-ൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇത്. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ചിൻ്റെ കൺസോളിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വരുന്നത് ഒരു മാനുവലാണ്. ഈ മാനുവലിൽ ജാപ്പനീസ് ആയതുകൊണ്ട് എനിക്ക് എത്ര നന്നായിട്ട് വായിക്കാൻ അറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ അത് HDMI ഔട്ട് ഇതാണ്. മൈക്രോ SD കാർഡ് ഇൻസേർട്ട് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു കുറച്ച് സാധനങ്ങൾ, ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൺസോൾ വരുന്നുണ്ട്, പിന്നെ 2 ജോയ്കോൺ വരുന്നുണ്ട്, പിന്നെ ഒരു ഡോക്റ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ജോയ്കോൺ ഹോൾഡർ വരുന്നുണ്ട്. അതായത് ജോയ്കോൺ നമുക്കിപ്പോൾ കളിക്കണമെങ്കിലൊക്കെ നമുക്ക് ഒരു പ്രോ കൺട്രോളർ നമ്മൾ മേടിക്കണം, പക്ഷേ ഇതിലൂടെ നമുക്ക് കിട്ടുന്നതാണിത്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഒരു ചാർജറാണ്. അതെന്ന് പറയുമ്പോൾ USB Type-C ആണ് ചാർജർ ഇത്. അപ്പോൾ നമുക്ക് നല്ലൊരു പവർ ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഗ്രിപ്പാണ്. അതായത് നമുക്ക് ഇപ്പോൾ മൾട്ടിപ്ലെയർ ഒക്കെ കളിക്കുന്നവർക്ക് നല്ല യൂസ്ഫുള്ളാണ്. എനിക്കിത് നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ കസിൻസൊക്കെ വരുമ്പോൾ എനിക്ക് ഈ 2 ജോയ്കോൺ ഡിറ്റാച്ച് ചെയ്ത് 2 പേർക്ക് നൽകി ഇത് അങ്ങോട്ട് ഈ ഗ്രിപ്പ് നമുക്ക് അങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കത് അവരുമായിട്ട് കളിക്കാം. മാത്രമല്ല അടുത്ത് നമുക്ക് വരുന്ന ഒരു HDMI കേബിൾ. അത് പിന്നെ നമുക്ക് HDMI ഔട്ടാണ് വരുന്നത്. ഇത് നമുക്ക് നേരെ ഒരു TV-ലോട്ട് ഡക്റ്റ് വെച്ച് കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഫയലും വരുന്നുണ്ട്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യാനാണ് ഗൈസ് പോകുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട് ഈ കൂട്ടത്തിൽ. ഇത് ഇച്ചിരി ഇളകിയിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് റിവ്യൂ കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ നിന്റെൻഡോ സ്വിച്ചിൻ്റെ ഈ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മുടെ ജോയ്കോൺ, അതായത് നമ്മുടെ നിന്റെൻഡോ സ്വിച്ചിൻ്റെ 2 കൺട്രോളേഴ്സ് ഉണ്ട്. ഇത് നല്ല കംഫർട്ടബിൾ കൺട്രോളേഴ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൺട്രോളേഴ്സാണ് നിന്റെൻഡോയുടെ. അപ്പോൾ നമുക്കിത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് വരുന്നത് നിന്റെൻഡോ സ്വിച്ച് കൺസോളാണ്. ഈ കൺസോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ജോയ്കോണോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് 102 മില്ലിമീറ്ററും ഇൻറ്റു 239 മില്ലിമീറ്റർ ഇൻറ്റു 13.9 മില്ലിമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ 6.2 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ്. അതായത് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 1280 × 720 റെസൊല്യൂഷൻ. അത് പിന്നെ പറയേണ്ടത് വേറൊരു ലെവലാണ് കേസ്. പിന്നെ CPU എന്ന് പറയുന്നത് ടെഗ്ര പ്രോസസ്സറും റൺ ചെയ്യുന്നതാണ്. നിവൈദ്യ, എനിക്കത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തില്ല, എങ്കിലും നല്ലൊരു CPU റൺ ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക്
ഇതിൻ്റെ അകത്തോട്ടുള്ളത് പോവാം. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ വരുന്നത് നമുക്കൊരു ഡോക്റ്റ് വരുന്നുണ്ട്. അതായത് നമുക്കൊരു ഡോക്റ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് കൺസോൾ നേരെ എടുത്ത് നമുക്ക് ഈ ഡക്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇത് നമുക്ക് കൺസോൾ ഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ ടി വിയിലോട്ട് കിട്ടും. മാത്രമല്ല പിന്നെ നമുക്ക് വരുന്നത് ഡക്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഒരു HDMI. അത് ഈ ഡക്റ്റിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു അഡാപ്റ്ററാണ്. അത് ഈ ഡക്റ്റിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ USB ടൈപ്പ് C ആണ്. അതിപ്പോൾ നമുക്ക് നല്ലൊരു എനർജിയാണ് ഇത് ഔട്ട്പുട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഞാനൊക്കെ കണ്ടതിൽ മൊബൈലിൽ തന്നെ ഒരു S8+ ആ ഒരു മോഡലിന് മുമ്പിൽ കഴിഞ്ഞൊരു വരുന്നൊരു കേബിൾസാണ് ഇങ്ങനത്തെ USB ടൈപ്പ് C പിന്നെ അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഗ്രിപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ജോയിക്കോണിൻ്റെ ഹോൾഡർ വരുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹോൾഡർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് അപ്പോൾ തന്നെ നമുക്ക് സ്കാനിങ്ങിലോട്ട് ഇത് പോകും. ഓക്കെ, പിന്നെ നമുക്ക് ഇതുകൂടി ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉടനെ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസോൾ ഓൺ ആവണം. ഇനി ഇത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കിത് ചിലവർക്കൊക്കെ ഒരു ഡിഫക്റ്റ് പറ്റി ഇത് ചിലപ്പോൾ ഒടിഞ്ഞൊക്കെ പോകും. കാരണം കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ ഈ സാധനം ഇവർ ഈ ബട്ടൺ അറിയേണ്ട ചുമ്മാ ഒന്ന് വലിച്ചെടുക്കും. പക്ഷെ അത് തെറ്റാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് എടുക്കാം. ജസ്റ്റ് ഇതൊന്ന് എടുത്ത് മാറ്റുക, അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടോ. പിന്നെ നമുക്കിനി വരുന്നത് ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത്. ഇനി നമുക്ക് ബാക്കി വരുന്നതൊക്കെ ഫുള്ള് നമുക്ക് ഇനി എക്സ്റ്റേണലായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗെയിംസ് മേടിക്കാം. വേണമെങ്കിൽ നമുക്ക് സെൽഡ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ടോപ്പ് ഗെയിമാണ്. സെൽഡ, ലൂയിജീസ് മാൻഷൻ 3, മാരിയോ ഓഡിസി, അങ്ങനെ പല ഗെയിംസും ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് നമുക്ക് റിവ്യൂവിലോട്ട് കടക്കാം. നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കണക്റ്റായി. നേരത്തെ ഞാൻ ഒന്ന് സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനത് കുറച്ച് ഗെയിംസും അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ലൂയിജീസും ഞാൻ എല്ലാ CD ഒക്കെ ഇട്ട് റൺ ചെയ്ത് നോക്കി. പക്ഷേ നിങ്ങളാരും പേടിക്കണം. ഇതിൻ്റെ ഗെയിം പ്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് ഇതിന് വേണ്ടി മാത്രം ഞാൻ 3 അക്കൗണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 എണ്ണം ഞാൻ 3 എണ്ണത്തിൽ ഞാൻ ഗസ്റ്റ് അങ്ങനെ പല അക്കൗണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു അക്കൗണ്ട് ഞാൻ യൂട്യൂബിന് വേണ്ടി മാത്രം മാറ്റിയിട്ടിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ നമുക്ക് ഈ ഫോർട്ട്നൈറ്റിനെ 4 days സ്ട്രീം ചെയ്യും, ഡോൺലെസ് സ്ട്രീം ചെയ്യും, അസാസിൻസ് ക്രീഡും പിന്നെ ഫിഫ അങ്ങനത്തെ പല ഗെയിംസും ഞാൻ സ്ട്രീം ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് കുറച്ച് ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്തത് ഞാൻ പോക്കിമോൻ്റെ ലെറ്റ്സ് ഗോ പീക്കാച്ചു ആൻഡ് ലെറ്റ്സ് ഗോ ഇവോ അതിൻ്റെ ഡെമോ വേർഷനാണ് ഡൗൺലോഡ് ചെയ്തത്. പിന്നെ ഞാൻ യൂട്യൂബ് ഡൗൺലോഡ് ചെയ്ത്, പിന്നെ ഞാൻ ഫോർട്ട്നൈറ്റും ഡൗൺലോഡ് ചെയ്ത്, പിന്നെ അസ്ഫാൾട്ടും ഡൗൺലോഡ് ചെയ്തു. ഇത്ര ഗെയിംസാണ് ഞാൻ എൻ്റെ ഡൗൺലോഡ് ചെയ്തത്. ബാക്കി ഞാൻ ഗെയിം കാർഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഇനി ഞാൻ അന്നും പറഞ്ഞ് ഇത് ഞാൻ സ്കിപ്പ് ചെയ്തൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാനൊരു ഇതിന് ഗ്രാഫിക്സ് കാണിക്കാൻ വേണ്ടി ഒരു പകുതി വരെ ഇടുന്നുള്ളൂ. പിന്നെ ഓക്കെ, നമുക്കിനി ആദ്യം ഞാൻ ഗ്രാഫിക്സൊക്കെ മെയിനായിട്ട് കാണിക്കാനാണ് ഇത് എടുത്തത്. ആദ്യം ഞാൻ ഇടുന്നത് അസാസിൻ ക്രീഡ് ഓഫ് ഫിഫ. ഞാൻ ഫിഫ ഇടാം ആദ്യം. ഫിഫ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മളിത് അൺബോക്സ് ചെയ്തു. ഇതാണ് നമ്മുടെ ഗെയിം കാർഡ്. നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തു. ഉടനെ നമുക്കത് ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. നല്ല ഫാസ്റ്റായിട്ടൊരു ചിപ്പിലാണ്. മാത്രമല്ല ഇതൊരു ടച്ച് സ്ക്രീനിലൂടെയാണ് വരുമ്പോൾ നമ്മളിത് ഓൺ ആക്കുമ്പോൾ തന്നെ ലൈസൻസ്ഡ് ബൈ നിൻറ്റെൻഡോ. ഓക്കെ, ഓണായി. ഓക്കെ,
ഓക്കെ, നമ്മുടെ ഗെയിമിൻ്റെ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ഇൻ്റർഫേസാണ്. നെയ്മർ, പല കളിക്കാരുമുണ്ട്. ഓക്കെ, ഞാൻ യൂസർ എഗ്രിമെൻറ്റ്സ്, accept and ഞാനത് പിന്നെ ചെയ്തോളാം, ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഗെയിം നമുക്കിത് എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണിക്കുകയാണ്. ഞാൻ ഇറ്റലിയിലോട്ട് പോവാം. ഇറ്റലി നമുക്ക് ജുവാൻഡസ് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ജുവാൻഡസ് ഞാൻ അടുത്ത കളികളിൽ കാണിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കിക്ക് ഓഫിൽ പോവാണ്. അപ്പോൾ ഇവർ നമുക്കൊരു ഇത് തരുന്നുണ്ട്, ആർ ഹൗസ് റൂൾസ് ടു എഡിറ്റ് ദ ഹൗസ് റൂൾസ്. ഓ, ഇത് ഈ ആർ ബട്ടൺ ലെഫ്റ്റ് ആ ജോയ്സ്റ്റിക്കിൽ തന്നെ ഒരു ബട്ടൺ നമുക്ക് അവർ അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട്. ഇത് നമുക്ക് അഡ്വാൻസ്ഡ് പോകുമ്പോൾ നാഷണൽ റെഡി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഗ്രാഫിക്സും നല്ലൊരു ഗ്രാഫിക്സ് കണ്ടില്ലേ, ആളുടെ മുഖമൊക്കെ നല്ല. പ്ലെയറിൻ്റെ പേരെനിക്ക് നന്നായിട്ട് അറിയത്തില്ലെങ്കിലും പക്ക മനുഷ്യരെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഗ്രാഫിക്സ്. ഓക്കെ, ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്തു പ്ലേ മാച്ച്. ഓക്കെ, +2 പ്ലേ മാച്ച്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് കാണിക്കാൻ വേണ്ടിയാണ് അതൊക്കെ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇച്ചിരി സ്കിപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ അസാസിൻസ്. എനിക്ക് നല്ലൊരു ഗ്രാഫിക്സ് കിട്ടുന്ന ഗെയിമായിട്ടാണ് തോന്നുന്നത്. കാരണം അത് യൂബിസോഫ്റ്റിൻ്റെയാണ്. നല്ലൊരു നമുക്ക് നല്ലൊരു ഫ്രഷ് ഒരു ഇത് കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ടില്ലേ, ഫ്രഷ് പീസിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് ഈ സാധനത്തിൽ. മാത്രമല്ല, ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു കമ്പാരിറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി കമ്പാരിറ്റബിളും നമുക്ക് ഈസി മൂവിങ് ജോയ്കോൺസ്. പിന്നെ ഒരു ജസ്റ്റ് ഹോം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ബാക്കിൽ പോവാം. ഓക്കെ, അസാസിൻസ് ക്രീഡ്. ഓക്കെ, ഈ ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്നാൽ ബ്ലാക്ക് ഫ്ലാഗ് പോയി നോക്കാം. ഇടം ക്രൈം വരുന്നുണ്ട്, നമുക്ക് എവലിനും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേൾക്കണ്ടോ? ഇടം ക്രൈം വരുന്നുണ്ട്, നമുക്ക് എവലിനും വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റാർട്ട് എ ന്യൂ ഗെയിം സ്റ്റോറി മോഡ്. ഓക്കെ, ഇത് ശരിക്കും അസാസിനായിരുന്നു. നമുക്ക് ഇതൊരു ഗെയിം നമുക്ക് നെയിം ക്രിയേറ്റ് ചെയ്ത് ഓക്കെ ഗെയിമിലോട്ടാണ് നമ്മളിപ്പോൾ. Ubisoft's presence. നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച അതിലും നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. ഹാൻഡ് ഹെൽഡ് മോഡിൽ ഇത്രയും, അപ്പോൾ നമുക്ക് ടി വിയിൽ നല്ലൊരു ഗ്രാഫിക്സ് കിട്ടുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഈ ഗ്രാഫിക്സ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തത്. ഓക്കെ, ഞാൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഗെയിമിലോട്ട് പോവാം. ഇപ്രാവശ്യം നമ്മൾ ഇത്ര ഉള്ളു കാണിക്കുന്നത്. അടുത്ത ഗെയിം പ്ലേ ഫുള്ള് ഞങ്ങളിത് കാണിക്കുന്നുണ്ട്. So stay tuned and subscribe to our channel. Our channel's name is Tetra Game.